പിന്നെ ഞാൻ ജോലിക്ക് വേണ്ടി പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പോ നമ്മുടെ മുമ്പിൽ ഒരു മാവ് നിൽക്കുന്നുണ്ട്. അതിൽ കണ്ണിമാങ്ങ ഉണ്ട്. ഞാൻ 2-3 ഇതിന് വിചാരിക്കുന്നു പൊട്ടിച്ച് അച്ചാറിടാൻ അങ്ങനെ എന്ന് പുറത്തൊന്നും ആരും കാണാനില്ല. നോക്കിയപ്പോ ആരും കാണുന്നില്ല. അപ്പുറത്ത് നല്ല എപ്പോഴും ആൾക്കാരാ. അതൊക്കെ ഞാൻ നമ്മുടെ പൊട്ടിക്കാനുള്ള സമയം നോക്കിയപ്പോ നമ്മളവിടെ ഗൈഡിന്റെ ഒരു വടിയുണ്ട്. ഗൈഡുകൾ ഇങ്ങനെ വടി കൊണ്ട് നടക്കൂടാ. ആ വടിമേൽ തോട്ടി പോലെ സാധനം കെട്ടിവെച്ച് മാങ്ങ പൊട്ടിയൊന്ന് പരിപാടി തുടങ്ങി. സാധനം വലിച്ചിങ്ങനെ നീട്ടുന്നുണ്ടോ ഈ വടി. അങ്ങനെ മാങ്ങ പൊട്ടിച്ച് മാങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നുണ്ടോ. പൊട്ടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഏകദേശം ഈ ഒരു പരുവം വരും ഈ മാങ്ങി. ഈ മാങ്ങ പൊട്ടിച്ച് കവറിലാക്കാനുള്ള തിരക്കിലായി ഞാൻ. ആരിലും വന്നിട്ട് മുമ്പ് ചെയ്യണ്ടേ. അങ്ങനെ കണ്ട മാങ്ങ ചെറിയ മാങ്ങയാണ്. നല്ല ടേസ്റ്റ്, നല്ല പുളിയുണ്ട്. പൊട്ടിക്കാനായിട്ടുള്ള ഞാൻ കഴിച്ചു നോക്കിയിരുന്നു. നല്ല മണ ഈ മാങ്ങയ്ക്ക്. ഏത് മാങ്ങാന്നറിയില്ല, നല്ല മാങ്ങയാണ്. അങ്ങനെ പൊട്ടിച്ച് ഒരു ആക്രാന്തം മുക്ക് 3-4 കൂടി പൊട്ടി 1 കിലോ അടുത്ത് ഏകദേശം പൊട്ടിച്ചിട്ടുണ്ട്. നല്ല പോലെ ഞാൻ വീണ്ടും പൊട്ടിച്ച് പതുക്കെ അകത്ത് കയറി സാധനങ്ങളൊക്കെ ഒതുക്കി അതിന്റെ ഫോൾഡുള്ള ഗൈഡിന്റെ വടി കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെയും പൊട്ടിക്കണ മാങ്ങ വടിയൊക്കെ എടുത്ത് വെച്ചത് ചീട്ടത്തെ മാങ്ങണം. ഇതാണ് കിട്ടിയ മാങ്ങ. അങ്ങനെ ഷെഫായ അച്ചാറുള്ള പരിപാടി തുടങ്ങി. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിനെ നടുവെച്ച് പൊളിച്ച് അതിനെ അതിന്റെ അണ്ടിയൊക്കെ കളഞ്ഞ് മാങ്ങണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞ് ചെറിയ ക്യൂബുകളാക്കി ഞാനത് കഴുകിയതാണ് ഓൾറെഡി ക്യൂബുകളാക്കി മാറ്റി വെച്ചു. ചട്ടിയൊക്കെ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് വേണ്ട വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ സ്പെഷ്യൽ കൂട്ടാണ്. നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള സ്പെഷ്യലായ ഒരു കൂട്ടൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി അതിന് മുളക് പൊടി മഞ്ഞപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ വിനെഗറൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തു. ഞാൻ ഇതിനൊന്നും തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടാണ്. കുറുകണേ നല്ലപോലെ കുറുകി വരുമ്പോ അതിലേക്ക് ഞാൻ അതിലേക്ക് കണ്ണിമാകിട്ട് സെറ്റാക്കി ഇങ്ങനെ ഇളക്കി പിന്നെ വയല് വെള്ളം തന്നെ മാതിരി മണക്കിണ്ടാ. നല്ല മണക്കിണ്ടേ. എന്താ സാധനം. കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടപ്പോ ഒന്നുകൂടി ഉഷാറായി. പക്ഷെ ഇതിപ്പൊ തിന്നാൻ വല്ലാത്ത പ്രശ്നം. ഇങ്ങനെ അതിനുവേണ്ടി എടുത്തു വെച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് തിന്നാം.